നിങ്ങൾക്ക് ഇതൊന്നും നോട്ടും ചെയ്യാറില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കണ്ടില്ല, ചെയ്യുന്നില്ല. വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് രാവിലെ തന്നെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചാണ് പറഞ്ഞിരിക്കുന്ന എൻ്റെ ഒരു പടത്തിൻ്റെ പൂജയുണ്ട്, ചേച്ചിയുണ്ട്, നവ്യയുണ്ട്, പിന്നെ മറ്റുള്ള വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ചേട്ടന്ന് വരണം. ഞാൻ എന്ന് പറയുന്നത് ഞാൻ വിനീതനെ ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ശ്രീനേട്ടൻ്റെ മക്കൾ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ ശ്രീനേട്ടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീനേട്ടൻ്റെ ആ നർമ്മവും പ്രസൻസ് ഓഫ് മൈൻഡ്, സെൻസ് ഓഫ് ഹ്യൂമർ, ആ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ കാണുന്ന പുതുതലമുറയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കലാകാരൻ, എഴുത്തുകാരൻ, സംവിധായകൻ, ഇതിന് മുന്നിലേക്ക് നിർമ്മാതാവ്, വിതരണക്കാരൻ, ഒരുപാട് മേഖലകളിലേക്ക് ഞാൻ വന്നേക്കാം. ഇന്നിവിടെ ആരെയും മുഖം നോക്കാതെ തന്റെ നിലപാടിൽ ഉറച്ച് വളരെ സരസമായി സംസാരിക്കില്ല. ധ്യാനിന് എല്ലാവരും ആശംസകൾ നേരുന്നു. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും പറയാനുണ്ട്, ഞങ്ങളുടെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ബുദ്ധിമാനായ നല്ല സരസ്വത. പിന്നെ ഞാനോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയാതെ ഇതൊന്നും പോയി പറയില്ലടാ. കാരണം നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എന്ത് പറയുമ്പോഴും അതിൽ നർമ്മമുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാർ അറിഞ്ഞിരിക്കും, അല്ലേ? എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത്, ഈ ഫംഗ്ഷൻ പങ്കെടുക്കാൻ സാധിച്ചത്. അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് ചേച്ചി. ഞാൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ലോകത്ത് വന്നിട്ട് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ചേച്ചിയുടെ ലാലേട്ടൻ്റെ മുമ്പിലാണ്. അതിനുശേഷം ചേച്ചിയുടെ കൂടെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ചേച്ചിയുടെ പേരായിട്ട് അങ്ങനെ ഒരു കഥാപാത്രമായ മീൻസ് അതിനൊരു സിനിമ ചെയ്യാമോ. ചേച്ചി ഈ വീടിൻ്റെ നാടൻ എന്ന സിനിമയില് ചേച്ചിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനൊക്കെ സാധിച്ചു. കാരണം ഞങ്ങളുടെ ഒരു വണ്ടർഫുൾ ആക്ട്രസ് എന്ന് പറയുന്നത് എടുത്തു പറയുന്ന ഒരാൾ തന്നെയാണ് ചേച്ചി. ചേച്ചി ഇവിടെ ഒന്നും വന്നിട്ടില്ല. അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു നായികയാണ് നവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളെല്ലാം വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. 150 ദിവസം കൂടിയ സിനിമകളായിരുന്നു. അപ്പൊ അവരൊക്കെ ഒരുമിക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇതിൻ്റെ നിർമ്മാതാവ് ഗഫൂർ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നിർമ്മാതാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സംവിധായകന്റെ പേര് രാഹുൽ മുരളീധരൻ അല്ലേ? അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. മീറ്റു പുതിയ സിനിമകൾ ഉണ്ടാകട്ടെ, നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഇഷ്ടങ്ങളും നന്മകൾ നേരുന്നു. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ലവ് യു.